സ്തോത്രം. പ്രൈസ് ലോർഡ്. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഈ രാത്രികാലവും കടന്നു വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. എബ്രായ ലേഖനം 12-ാം അധ്യായമാണല്ലോ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതിന്റെ 14 വരെയുള്ള വാക്യങ്ങളിലാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ദാസം ഷെയർ ചെയ്തത്. ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പോൾ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപകളൊന്നും നഷ്ടപ്പെടുത്താതെ ആമേൻ ഓടുവാനായിട്ട് ലേഖന കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നല്ലോ. ഈ രാത്രികാലം ദാസനെ ദൈവം ബലപ്പെടുത്തട്ടെ. കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഏവർക്കുമായിരിക്കാം. കർത്താവിൻ്റെവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രേരണയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മോശ ദൈവത്തുമായിട്ട് സംസാരിക്കുന്ന വിഷയത്തെ കുറിച്ചാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് വായിക്കുക. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുത് എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നുവെന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. ഇന്ന് നമ്മള് മോശ എങ്ങനെയാണ് ദൈവവുമായിട്ടുണ്ടായിരുന്ന കാഴ്ച കണ്ടതും ദൈവവുമായിട്ടുള്ള സംസാരം നടന്നതും എന്നുള്ളത് ഇന്ന് നമ്മൾ പഠിക്കുന്നു. നാളെ മുതൽ ഒരു 5-6 ദിവസത്തേക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സുപ്രീം കോർട്ട്സ് ഓഫ് ഹെവൻ, ദൈവത്തിന്റെ സുപ്രീം കോടതിയെ കുറിച്ചാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അത് അടുത്ത 2-3 വാക്യത്തിനകത്ത് നിങ്ങൾക്ക് കിട്ടും. ആദ്യം ഇപ്പൊ വായിച്ചത് 12-ന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. മോശ പർവ്വതത്തിൽ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ 40 80 ദിവസം നടന്ന കൂടിക്കാഴ്ച 3 വാക്യങ്ങളിലായിട്ട് എബ്രായ ലേഖനകർത്താവ് എഴുതിയിരിക്കുകയാണ്. സ്ഥൂലമായത്, തീ കത്തുന്നത്, പർവ്വതത്തിനും മേഘതമസ്, കൂരിട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക. എന്താണ് പറഞ്ഞത്? പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം എടുത്താട്ടാണ്. അതിന്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടെ. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. മോശ വന്ന് ജനത്തിന്റെ മൂപ്പന്മാരെ വിളിച്ചു യഹോവ തന്നോട് കൽപ്പിച്ച ഈ വചനങ്ങളൊക്കെ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെ ഞങ്ങൾ ചെയ്യും എന്ന് ജനം ഉത്തരം പറഞ്ഞു. മോശ ജനത്തിന്റെ വാക്ക് യഹോവയുടെ സന്നിധിയിൽ ബോധിപ്പിച്ചു. യഹോവ മോശയോട്, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കേണ്ടതിന് നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടതിനും ഞാനിതാ മേഘതമസിൽ നിന്റെ അടുക്കൽ വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ജനത്തിന്റെ വാക്ക് മോശ യഹോവയോട് ബോധിപ്പിച്ചു. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കാം. ദൈവം പർവ്വതത്തിൽ നിന്ന് മോശയോട് സംസാരിക്കുന്നു. മോശ ഇറങ്ങി വന്ന് ജനത്തോട് സംസാരിക്കുന്നു. ജനം സംസാരിച്ചതിന്റെ ബാക്കി ഉണ്ടെന്ന് മോശ ദൈവത്തോട് പറയുന്നു. ഇങ്ങനെ വല്ലതാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കുള്ളത്? ആണോ? നമുക്കങ്ങനെ ഇടനിലക്കാരൻ വല്ലവരും ഉണ്ടോ? ഇല്ല. നമുക്ക് നേരിട്ട് ചെല്ലാം. അതാണ് അവിടെ പറഞ്ഞത്. സ്ഥൂലമായത്, തീ കത്തുന്നത്, പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലേക്കല്ലല്ലോ നിങ്ങൾ
വന്നിരിക്കുന്നത്. ഇത്രയും വലിയ പദവി ലഭിച്ചിട്ടും നമ്മള് കർത്താവ് വലിയ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടും നമുക്കെന്താ ചെയ്യാൻ പറ്റാത്തത്? ഹലോ, നമുക്കെന്താ ചെയ്യാൻ പറ്റാത്തത്? നമുക്ക് മുമ്പുണ്ടായിരുന്ന പിതാക്കന്മാര് ഭയങ്കര കാര്യങ്ങളെ ചെയ്തെന്ന് കേൾക്കാറുണ്ടല്ലോ. എന്താ നമുക്ക് ചെയ്യാൻ? നമുക്ക് വിദ്യാഭ്യാസം കൂടിപ്പോയത് കൊണ്ടാണോ? അതോ നമുക്ക് അറിവ് കൂടിപ്പോയത് കൊണ്ടാണോ? എന്താ പ്രശ്നം? നമ്മുടെ പ്രാർത്ഥനയുടെ കുറവാണോ? മീറ്റിങ്ങിന്റെ കുറവാണോ? എന്തിന്റെ കുറവാണ് നമുക്കുള്ളത്? എല്ലാം സമൃദ്ധിയായിട്ടുണ്ടായതിന്റെ കുഴപ്പമാണോ? എന്താണ് കുഴപ്പം? ചിന്തിക്കണം. ആര് ചിന്തിക്കണം? നാം ഓരോരുത്തരും ചിന്തിക്കണം. ഇവയുടെ അടുക്കലേക്കല്ല നമ്മൾ വന്നിരിക്കുന്നത്. അടുത്തത് 19-ാമത്തെ വാക്യം. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് സംസാരിക്കരുത് എന്ന് അപേക്ഷിച്ചു. നമുക്കത് കേൾക്കാം. അതിന്റെ 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അവർ വസ്ത്രം അലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനവും കാണുക സീനായി പർവ്വതത്തിൽ ഇറങ്ങും. ജനം പർവ്വതത്തിൽ കയറാതെയും അതിന്റെ അടിവാരം തൊടാതെ ഇരുപ്പാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു നീ അവർക്കായി ചുറ്റും അതിർ തീർക്കണം. പർവ്വതം തൊടുന്നവൻ എല്ലാം മരണശിക്ഷ അനുഭവിക്കണം. കൈ തൊടാതെ അവനെ കല്ലെറിഞ്ഞോ എയ്തോ കൊന്നുകളയണം. മൃഗമായാലും മനുഷ്യനായാലും ജീവനോടിരിക്കരുത്. കാഹളം ദീർഘമായി ധ്വനിക്കുമ്പോൾ അവർ പർവ്വതത്തിൽ നിന്ന് അടുത്തു വരട്ടെ. മോശ പർവ്വതത്തിൽ നിന്ന് ജനത്തിന്റെ അടുക്കൽ ഇറങ്ങിച്ചെന്നു. ജനത്തെ ശുദ്ധീകരിച്ചു. അവർ വസ്ത്രം അലക്കുകയും ചെയ്തു. അവൻ ജനത്തോട് 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിപ്പീൻ. നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൽ ചെല്ലരുത് എന്ന് പറഞ്ഞു. 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി. ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെ ഏറ്റവും കുലുങ്ങി. കാഹളധ്വനി ദീർഘമായി ഉറച്ചുറച്ചു വന്നപ്പോൾ മോശ സംസാരിച്ചു. ദൈവ ഉച്ചത്തിൽ അവനോട് ഉത്തരം അരുളി. യഹോവ സീനായി പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി. യഹോവ മോശയെ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശ കയറി ചെന്നു. എന്തോ ഒരു വലിയ സീനാന്ന് നോക്കി. എന്തുമാത്രം വലിയ സീന അവിടേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. എത്ര സിമ്പിളാണ് നമുക്ക് തന്നേക്കുന്നത്. ഇത്ര വലിയ ത്യാഗം കഴിച്ചിട്ട് വേണമായിരുന്നു മൂശയ്ക്ക് ആരുമായിട്ട് സംസാരിക്കാൻ? ദൈവവുമായിട്ട്. എത്ര പ്രയാസമേറിയ വിഷയമായിരുന്നു. എത്ര പ്രയാസം. നമ്മുടെ കൊച്ചു തല കൊണ്ട്, നമ്മുടെ ഈ ആൻഡ്രൂ അമ്മാക്കിന്റെ ഭാഷ പറഞ്ഞ ഈ പീനട്ട് ബ്രെയിനും കൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്ക്. മോശ എന്തുമാത്രം ത്യാഗം സഹിച്ചു, ഈ ജനം എന്തുമാത്രം ത്യാഗം സഹിച്ചു ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ. നമുക്കിതിന്റെ വല്ല കാര്യവും ഇത്രയും വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ടോ? ഒന്നുമില്ല. ഇത്ര അടുത്തു വന്ന് ഇത്ര കാര്യമായിട്ട് നമ്മളോട് പ്രവർത്തിച്ചിട്ടും എന്തെല്ലാം ചെയ്തിട്ടും നമ്മുടെ ഇടയിൽ എന്തുകൊണ്ട് ഒന്നും നടക്കുന്നില്ല എന്ന് ചിന്തിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നോക്കണം, യഹോവ സീനായ് പർവ്വതത്തിൽ ഇറങ്ങിയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. എന്തുകൊണ്ട് മൂടി? സ്ഥൂലമായതും തീ കത്തുമതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലേക്കല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. പുക കൊണ്ട് മൂടി അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. കാഹളം ധ്വനി ദീർഘമായി ഉറച്ചുറച്ചു വന്നപ്പോൾ മോശ സംസാരിച്ചു. വാക്കുകളുടെ ശബ്ദം. ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരം അരുളി. സീനായ് പർവ്വതത്തിൽ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി യഹോവ മോശ
മോശയെ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശ കയറി ചെന്നു. ഇത്രയും ത്യാഗം എനിക്കോ നിങ്ങൾക്കും ഉണ്ടോ? ഒന്നുമില്ല. അടുത്ത വാക്യങ്ങൾ താഴോട്ട് വായിച്ചാൽ യഹോവ മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ ജനം നോക്കേണ്ടതിന് യഹോവയുടെ അടുക്കൽ കടന്നു വന്നിട്ട് അവരിൽ പലരും നശിച്ചു പോകാതിരിപ്പാൻ നീ ഇറങ്ങിച്ചെന്ന് അവരോട് അമർച്ചയായി കൽപ്പിക്കാം. യഹോവയോട് അടുക്കുന്ന പുരോഹിതന്മാരും യഹോവ അവർക്ക് ഹാനി വരുത്താതിരിക്കേണ്ടതിന് തങ്ങളെ ശുദ്ധീകരിക്കട്ടെ. മോശ യഹോവയോട് ജനത്തിന് സീനായി പർവ്വതത്തിൽ കയറുവാൻ പാടില്ല, പർവ്വതത്തിൽ അതിർ തിരിച്ച് അതിനെ ശുദ്ധമാക്കുക എന്ന് ഞങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട് ഇറങ്ങിപ്പോക, നീ അഹരോനുമായി കയറി വരിക. എന്നാൽ പുരോഹിതന്മാരും ജനവും യഹോവ അവർക്ക് നാശം വരുത്താതിരിക്കേണ്ടതിന് അവന്റെ അടുക്കൽ കയറുവാൻ അതിർ കടക്കരുത്. അങ്ങനെ മോശ ജനത്തിന്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് അവരോട് പറഞ്ഞു. അവരതിര് കടക്കരുത്, പർവ്വതത്തെ തൊടരുത്, ഒരു മൃഗമെങ്കിലും തൊട്ടാൽ കല്ലെറിഞ്ഞു കൊല്ലണം. എന്തോ ഒരു വലിയ നിയമം! ഇത് വല്ലതും പുതിയ നിയമസഭയിൽ നമുക്ക് വല്ലതും ഉണ്ടോ? 20-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് അതിന്റെ 17 വരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യഹോവയായ ദൈവം അവരോട് 10 കൽപ്പനകൾ കൊടുക്കുന്നതാണ്. ഇനി ആ 10 കൽപ്പനകൾ കഴിഞ്ഞതിന് ശേഷം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാണ്. ജനമൊക്കെ ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ട് ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്തു നിന്നു. അവർ മോശയോട്, നീ ഞങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾ കേട്ടുകൊള്ളാം, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിന് അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ജനം ദൂരത്തു നിന്ന് മോശയോ യഹോവ ഇരുന്ന ഇരുളിന് അടുത്തു ചെന്നു. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ. എന്റെ സന്നിധിയിൽ വെള്ളി കൊണ്ടുള്ള ദേവന്മാരെയോ പൊന്നുകൊണ്ടുള്ള ദേവന്മാരെയോ നിങ്ങൾ ഉണ്ടാക്കരുത്. എനിക്ക് മണ്ണുകൊണ്ടൊരു യാഗപീഠം ഉണ്ടാക്കി അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളെയും സമാധാനയാഗങ്ങളെയും നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം. അതിന്റെ 19-20 നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവർ 18 ഞാൻ വായിക്കാം. ജനമൊക്കെയും ഇടിമുഴക്കം, മിന്നല്, കാഹളധ്വനി, പർവ്വതം പുകയുന്നത് കണ്ടു. ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ഇതെവിടെ നിന്നു? ദൂരെ നിന്നു. അവർ മോശയോട്, നീ ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങൾ കേട്ടുകൊള്ളാം, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. അവര് പറഞ്ഞത് ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ഞങ്ങളോട് സംസാരിക്കരുത് എന്നാണ്. എന്നാൽ ഇന്നത്തെ ജനം എങ്ങനെയാ പറയുന്നത്? ഇന്നത്തെ ജനം ചിന്തിച്ചു നോക്കി, ഞങ്ങൾക്ക് അവന്റെ വാക്കൊന്നും കേൾക്കേണ്ട ആവശ്യവുമില്ല, ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടം പോലെ നടന്നോളാം. അന്നും അവർക്ക് എന്ത് ചെയ്യണ്ടായിരുന്നു? ദൈവത്തിന്റെ ശബ്ദം കേൾക്കണ്ട. ഇന്നും അനേകർക്ക് എന്തുവാ? ആരുടെ ശബ്ദം വേണ്ട? അന്ന് ഇവർക്ക് എന്തുമാത്രം പ്രശ്നങ്ങളാണ്. നിങ്ങളും ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ മോശ ജനത്തോട് ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ അവരിലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവയെ മോശ സമാധാനപ്പെടുത്തി. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക, എത്ര ഭാഗ്യപദവിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, എത്ര ഉന്നതമായ നിലവാരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെയും നമുക്ക് തന്നില്ലയോ? ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാനുള്ള അനുവാദവും നമുക്ക് കിട്ടി. എന്നിട്ടും നമ്മൾ എങ്ങനെ നിൽക്കുന്നു? ഇനി ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇവിടെ ബാക്കിയുള്ള വരുന്നത്, ആ ബാക്കി മുമ്പേ വായിക്കാൻ തുടങ്ങിയ വാക്യം ഒന്ന് വായിച്ചു. കർത്താനാസ്
അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളെയും സമാധാനയാഗങ്ങളെയും നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം. ഞാൻ എൻ്റെ നാമത്തിൽ നിന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. ഞാൻ എന്റെ നാമത്തിൽ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും. കർത്താവ് പറഞ്ഞേക്കുന്ന എന്റെ നാമത്തിൽ നിങ്ങൾ എവിടെ കൂടിയാലും ഞാൻ അവിടെ വരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നില്ല? എന്താ നമ്മുടെ പ്രശ്നം? അവർക്ക് ഇത്രയും വലിയ പ്രതികൂലത്തിൽ കൂടെ നിൽക്കുമ്പോഴും അവര് ഭയന്ന് വിറച്ചാ നിൽക്കുന്നത്. ആണോ അല്ലയോ? അതെ. മരണം പോലും അവരെ ഭീതിപ്പെടുത്തുന്നു. അത്രയ്ക്കും ഭയാനകമായിരുന്നു ആ കാഴ്ച. മോശ ഈ എബ്രായ ലേഖനം അത്യന്തം ഞാൻ പേടിച്ച് വിറയ്ക്കുന്നു എന്ന് പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. ആ ഭയങ്കരമായ കാഴ്ച കണ്ട് മനുഷ്യൻ ഭയന്ന് നിൽക്കുന്ന അവിടെ പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് സാധിക്കും? ദൂരെ മാറി നിൽക്കാനേ പറ്റത്തുള്ളൂ. 60 തൊട്ട് പോയത് അതിന് പോലും കടക്കരുത്. കടന്നാൽ അപ്പം തന്നെ മരണമാണ്. ഈ അതിനകത്ത് കയറിയാൽ മരണമാണ്. ആണോ അല്ലയോ? നമുക്കോ കൃപാസനത്തിൽ വരെ അടുത്ത് ചെല്ലാൻ അനുവാദം ലഭിച്ചവരാണ് നിങ്ങൾ. നാമും ഓരോരുത്തരും എന്തുമാത്രം യൂട്ടിലൈസ് ചെയ്യുന്നു ഇതിന് ഇത്രയും അധികാരം, ഇത്രയും കാര്യം പദവി ലഭിച്ചിട്ട് എന്തുമാത്രം നിങ്ങൾ അതിനെ ഉപയോഗിക്കുന്നു? നമ്മൾ അതിനെ എന്തുമാത്രം ഉപയോഗിക്കുന്നു? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത്രയും വലിയ സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയും വലിയ പദവി തന്നിട്ട് അതിനെ നമ്മൾ എന്തുമാത്രം ഉപയോഗിക്കുന്നു എന്ന് ചിന്തിക്കുക. വീണ്ടും വീണ്ടും എന്തുവാ പറയുന്നറിയാമോ? എന്തുമാത്രം ഭയാനകമായിരുന്നു അവരുടെ ജീവിതം. ഈ 19, 20 നമ്മളെ എന്ത് ചെയ്യുന്നറിയാം? വായിക്കുന്നവർക്ക് പോലും ഭയമായി തോന്നുന്ന തരത്തിലുള്ള വിഷയങ്ങളാണുള്ളത്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കർത്താവിനെ എത്ര അടുത്തറിഞ്ഞിട്ടും നമ്മൾക്ക് കർത്താവിന്റെ പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ വെച്ചുകൊണ്ട് തന്നെ 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 6 മുതൽ 6ഉം 7ഉം വാക്യം ഒന്ന് വായിച്ചാണ്. 8ഉം വാക്യം. അവൻ തങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്തെ നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകയില്ലയോ? അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായിരുന്നുവെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ തേജസ് ഉള്ളത് ആകയില്ലയോ? അപ്പം എത്ര തേജസ്സേറിയ ശുശ്രൂഷ ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. അത് വെളിപ്പെടുത്താൻ നമ്മളെ കൊണ്ട് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചുകൂടെ? എന്താ ചിന്തിക്കാത്തത്? എനിക്ക് കർത്താവ് ഈ തേജസ്സേറിയ ശുശ്രൂഷ, മോശ കയറി ചെന്ന സ്ഥലം കണ്ടോ? നമുക്ക് അവിടെ നിന്ന് കയറി ചെല്ലണ്ടല്ലോ, വേണോ? സിമ്പിളായിട്ട് നമ്മുടെ അടുക്കൽ വന്നിരിക്കുക കർത്താവ്. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് തന്നിട്ടും നമ്മള് എന്തുമാത്രം ചെയ്യുന്നു? അടുത്ത 2 വാക്യങ്ങൾ വായിച്ചാട്ട്. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നു എങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും.
അതേ തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി നീക്കം വരുന്നത്. രണ്ടു വാക്യം. തേജസ് ഇല്ലാത്തതായി എന്ന് പറഞ്ഞാൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നുവെങ്കിൽ, ഇവിടെ വായിച്ച ശുശ്രൂഷ എന്തുവായിരുന്നു? 19, 20 ശിക്ഷാവിധിയുടെ ശുശ്രൂഷ. അതിന് കടന്നാൽ അവനെന്ത് ചെയ്യണം? ശിക്ഷിക്കണം, കൊല്ലണം. അതിനകത്ത് കടന്നു പോകരുത്. ഒരു മൃഗമെങ്കിലും തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം. പുരോഹിതന്മാർക്ക് മാത്രം ലിമിറ്റേഷൻ ഉണ്ട്. ആ ശുശ്രൂഷ തേജസ് ഉള്ളതായിരുന്നു, ആണോ അല്ലയോ? ആ ശുശ്രൂഷ തേജസ് ഉള്ളതായിരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവർത്തികളും നടക്കുന്ന ശുശ്രൂഷയായിരുന്നു. എന്നിട്ട് ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ് ഏറിയത്. എന്നിട്ട് പറയാണ്, അതേ തേജസ്സോടുകൂടിയ ഈ കാര്യത്തിൽ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശുശ്രൂഷ തേജസ് ഉള്ളതായതുകൊണ്ട് മോശയുടെ ശുശ്രൂഷയ്ക്ക് എന്തോ ഇല്ലാതെയായി, തേജസ് ഇല്ലാതായി. എന്നിട്ട് നമ്മുടെ ശുശ്രൂഷയിൽ ഇപ്പൊ എന്തോ ഉള്ളത്? മീറ്റിംഗ് ഇല്ലയോ, കോൺഫറൻസുകളില്ലയോ, കൺവെൻഷനുകളില്ലയോ, പ്രാർത്ഥനകളില്ലയോ, സൂം മീറ്റിങ്ങുകളില്ലയോ, പ്രെയർ ലൈൻ മീറ്റിങ്ങുകളില്ലയോ, ചർച്ചകളിൽ കൂടി വരുന്നില്ലയോ? എന്താ ഇല്ലാത്തത്? നമുക്ക് എല്ലാം ഉണ്ട്. പക്ഷെ ശുശ്രൂഷ മാത്രം കല്ലിന്റെ ശുശ്രൂഷ, അക്ഷരത്തിന്റെ ശുശ്രൂഷ മാത്രം നടക്കുന്നുണ്ട്. അടുത്ത വർഷം വായിച്ചാട്ടെ. നീക്കം വരുന്നതും തേജസ് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ് ഉള്ളതായിരിക്കും. നീക്കം വരുന്നത്, മോശയുടെ ശുശ്രൂഷ നീക്കം വരുന്നത് അത് തേജസ്സുള്ള ഗ്ലോറിയസ് ഉള്ളതായിരുന്നു. അതൊന്ന് വായിച്ചാൽ അതിനെ ഇംഗ്ലീഷിലൊന്ന് വായിച്ചാട്ട്. ആ ഗ്ലോറി കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇംഗ്ലീഷ് വായിക്കണം. 9, 10, 11 വാക്യം. 2 Corinthians 3-ാം അധ്യായത്തിന്റെ 8 മുതൽ വായിച്ചു 11 വരെ. How will the ministry of the Spirit not be more glorious? For if the ministry of condemnation had glory, the ministry of righteousness exceeds much more in glory. For even what was made glorious had no glory in this respect because of the glory that excels. For if what is passing away was glorious, what remains is much more glorious. നമ്മളൊന്ന് ചിന്തിച്ച് എത്ര തേജസ്സേറിയ ഗ്ലോറിയസ് ആയിട്ടുള്ള ശുശ്രൂഷ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതെന്താ നടക്കാത്തത്? എവിടെയാണ് പ്രശ്നം? ആരെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിക്കണേ. എന്നെ കേൾക്കുന്ന ഈ ചെറിയ ആട്ടിൻകൂട്ടമേ, നിങ്ങൾ കർത്താവിന്റെ ശിഷ്യരാകണം. അവിടെയാണ് നമ്മുടെ പ്രശ്നം. എനിക്ക് ഗ്ലോറിയസ് ശുശ്രൂഷ ചെയ്യണം. ഞാൻ ആ ഗ്ലോറിയസ് ശുശ്രൂഷയാണ് ആഗ്രഹിക്കുന്നത്. ആ തലത്തിലേക്ക് വരണം നിങ്ങൾ. അല്ലാതെ വാക്കുകൊണ്ടുള്ള ശുശ്രൂഷ കൊണ്ട് മതിയെന്ന് വെക്ക്. അറിവിന്റെ ശുശ്രൂഷയാണ് ഇപ്പൊ നടക്കുന്നത്. അറിവിന്റെ ശുശ്രൂഷ, ആത്മാവിന്റെ ശുശ്രൂഷയാണ് വേണ്ടത്. മിനിസ്ട്രേഷൻ ഓഫ് ദ കണ്ടമിനേഷൻ ബി ഗ്ലോറി വിച്ച് മോർ ഡൂവത്ത് ദ ministration of the righteousness exceeded in glory. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ ആകുന്നു എങ്കിൽ നീതിയുടെ ശുശ്രൂഷ ഗ്ലോറിയസ് ആയിരിക്കും, തേജസ്സേറിയതായിരിക്കും. ആ ശുശ്രൂഷയിലൊക്കെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കണം, മോശ കയറി ചെന്ന സ്ഥലം എത്ര ഭയാനകം. അവിടെ ഉന്നതമായ ശുശ്രൂഷകളായിരുന്നു ആര് ചെയ്തത്? മോശ ചെയ്യുന്നത്. ഇതിന്റെ കമ്പാരിസനാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ശുശ്രൂഷ. ഇനി നിങ്ങൾ നീണ്ടു ചോദിക്കേ, ആ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ നടന്ന് നമ്മളെ വഴി നടത്തുന്നു. 24 മണിക്കൂറും നമ്മളോട് കൂടെ ഇരിക്കും. ഒരു നാളും നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല.
എന്റെ നാമത്തിൽ നിങ്ങൾ എവിടെ കൂടിയാലും ഞാൻ അവിടെ ഉണ്ട്. അവരോടും പറഞ്ഞു. അങ്ങനെയല്ലേ പറഞ്ഞു അവരോട്? എന്റെ നാമം നിങ്ങൾ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ അവിടെയുണ്ട്. നിങ്ങൾ രണ്ടുപേര് ഐക്യമത്യപ്പെട്ടാൽ സ്വർഗത്തിൽ അത് നടന്നിരിക്കും. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഈ ശുശ്രൂഷ ഒന്നും ആർക്ക് കൊടുത്തില്ലായിരുന്നറിയാമോ? മോശയുടെ ശുശ്രൂഷയിൽ ഇല്ലായിരുന്നു. പറഞ്ഞത് മാത്രമേ മോശ ചെയ്യത്തുള്ളായിരുന്നു. എന്നാൽ അതിൽ കവിഞ്ഞുള്ളത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് പോയത് എബ്രായ ലേഖനം 12-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാട്ടെ, ഈ കാഴ്ച അതിഭയങ്കരമായിരുന്നു എന്ന് പറയുമ്പോൾ ആ കാഴ്ച ഇപ്പൊ ഞാൻ നിങ്ങളെ ഒന്ന് എടുത്ത് കാണിച്ചു. ഇന്നത്തെ ദിവസം നമ്മൾ ആ കാഴ്ച കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ അത് ഭയങ്കരമായിരുന്നു എന്ന്? തോന്നിയായിരുന്നു കർത്താനാസി? തോന്നി. ആ ഭയങ്കരമായ സ്ഥലത്തൊന്നും അല്ലല്ലോ നമ്മൾ വന്നിരിക്കുന്നത്. എത്ര സിമ്പിളാണ് നമുക്ക് വന്നിരിക്കുന്നത്. എന്നിട്ട് ആ ശുശ്രൂഷ, കർത്താവ് തന്ന ശുശ്രൂഷ, why don't we can do it? Where is the problem? ഞാൻ എന്താണ് നമ്മുടെ കുഴപ്പം? ഒറ്റ കുഴപ്പമേ ഉള്ളൂ, കർത്താവ് പറഞ്ഞതിനെ അനുസരിക്കാൻ പഠിക്കുന്നു എന്നൊരൊറ്റ കുഴപ്പമേ ഉള്ളൂ. വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല, വചനമില്ലാഞ്ഞിട്ടല്ല, ഒന്നുമില്ലാഞ്ഞിട്ടല്ല. ഞങ്ങളുടെ മതത്തിന്റെ രീതിയിൽ നടക്കും. ഞങ്ങളുടെ മതം ഞങ്ങളെ അനുശാസിക്കുന്നത് പോലെ ഞങ്ങൾ ജീവിക്കും. മക്കളെ, എങ്ങനെ വേണേലും ജീവിച്ചു. ഞാനൊരു കാര്യം പറയാം. നമ്മള് ഈ മരിച്ചു കഴിയുന്ന ഉടനെ സ്വർഗത്തിൽ പറഞ്ഞ് കയറ്റിവിടുന്ന പോലെ, ഇന്ന് ഞാൻ ഒരു ശവമടക്ക് കണ്ടു. ഇങ്ങനെ ഒരു യാക്കോബായാലും ഒരു തിരുമേനി, അതുകൊണ്ട് എങ്ങനെ അച്ഛന്മാരിന്ന് പൊക്കുന്നു, കസേരയോടെ പൊക്കുന്നു, താക്കുന്നു. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ശവമടക്ക് കാണുമായിരുന്നു. അത് പൊക്കിയ താക്കുകയും ചെയ്യുന്ന അച്ഛന്മാരാന്ന് ക്ഷീണിച്ച് പശക്കർ വരുന്നു. മക്കളെ, എത്ര പൊക്കിയാലും താത്താലും എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും മേളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീരുമാനിക്കണം. മനുഷ്യന് പൊക്കാനും താക്കാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് നമുക്ക് നിത്യതയിൽ അവകാശം മാത്രമല്ല, നിത്യതയിൽ കർത്താവിനോടുകൂടെ വാഴണമെന്നുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞ അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഞാൻ പെന്തക്കോസ്തുകാരനായിരുന്നു, അനേക നാളുകൾ ഞാൻ ശുശ്രൂഷിച്ചു, അനേക നാൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയാമെന്നുള്ളതേ ഉള്ളൂ. നോക്കണം, അത്രയ്ക്കും ഭയാനകമായ ശുശ്രൂഷ ചെയ്ത മോശയോട് ഒരു വാക്ക് തെറ്റിച്ചപ്പോൾ മോശയോട് എന്താ പറഞ്ഞത്? നീയും കനാൻ ദേശം കടക്കയില്ല. നടക്കുന്നു. ഇത്രയും വലിയ തേജസ്സിന്റെ ശുശ്രൂഷ ചെയ്ത, ഇത്ര ഭയാനകരമായ ശുശ്രൂഷ 40-80 ദിവസം സീനായ് പർവ്വതത്തിൽ കർത്താവിനോട് കൂടെ ഇരുന്ന് ഇത്ര കഷ്ടങ്ങൾ സഹിച്ച് ഈ ജനത്തെ കൊണ്ടുവന്ന മോശയോട് പറയുകയാണ്, നീ കനാനിൽ കടക്കുകയില്ല. ഒരിടത്ത് തെറ്റിച്ചതേ ഉള്ളൂ. ദൈവങ്ങളെ താഴോട്ട് വരുന്നുണ്ട്. സീരിയസ് ആണെന്നേ.
അത് സീരിയസ് ആയിട്ട് കാണാനായിട്ടുള്ള കണ്ണ് നമുക്കുണ്ടാകണം. അടുത്ത ദിവസം മുതൽ 6 ദിവസത്തേക്ക് സുപ്രീം കോർട്ട് ഓഫ് ഹെവൻ, കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് സുപ്രീം കോർട്ട് ഓഫ് ഹെവൻ, അതാണ് അടുത്ത 2 വാക്യത്തിനകത്തുനിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. കോർട്ട് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? ഞാൻ പല പ്രാവശ്യം ചെറുതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കോർട്ടിന്റെ എങ്ങനെയാണ് കോർട്ട് വർക്ക് ചെയ്യുന്നതെന്നും ഉള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് പോവുകയാണ്. അത് ആരും മിസ് ചെയ്യരുത്. നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. ഇത് വരിക, സംബന്ധിക്കുക, തുടങ്ങുമ്പോൾ തന്നെ വരിക, അവസാനത്തോളം നിൽക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രൈസിലോട് രാത്രി കാലവും നമ്മളെ കേൾപ്പിച്ച നല്ല ദൈവികാലോചനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. എബ്രായ ലേഖനം 12 നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം നമ്മൾ എങ്ങനെ ഓടണം എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോട് ചേർന്ന് 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ആ പഴയ നിയമത്തില് എങ്ങനെയായിരുന്നു ദൈവം അവരോട് ഇടപെട്ടത്, അല്ലെങ്കിൽ ആ നിയമങ്ങളൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ആ സംഭവങ്ങളാണ് ലേറ്റായിട്ട് വന്നവര് പുറപ്പാട് പുസ്തകം 19-20 അധ്യായങ്ങളിൽ തൊട്ട് നമുക്കത് കാണാൻ സാധിക്കുമല്ലോ. എന്നാൽ ഭയാനകമായ ഒരു സീനാണ് നമ്മളവിടെ കാണുന്നത്. എന്താ, പുതിയ നിയമത്തില് നമുക്ക് എല്ലാം ധൈര്യത്തോടെ ഏത് സമയത്തും കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാനുള്ളതായ മുഖാന്തരം കർത്താവായ യേശുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പഴയ നിയമ പ്രമാണം നോക്കിയാൽ അതിനകത്ത് 3 കാറ്റഗറി നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അവർക്ക് കൊടുക്കുമ്പോൾ മോറൽ ലോയുണ്ട്, സിവിൽ ലോയുണ്ട്, അപ്പോൾ തന്നെ സെറിമോണിയൽ ആരാധനാ നിയമങ്ങൾ, സദാചാര നിയമങ്ങൾ, സാമൂഹ്യ ജീവിതത്തിനുള്ള നിയമങ്ങൾ, ആരാധനയുടെ നിയമങ്ങൾ. സ്തോത്രം. പുതിയ നിയമത്തിലും നമുക്കത് കാണുവാൻ സാധിക്കും. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നമ്മളെങ്ങനെ ഒരു വ്യക്തി ജീവിക്കണം, പ്രവർത്തിക്കണം ഈ ലോകത്തില് എന്നുള്ളതെല്ലാം കർത്താവായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. ലേഖനങ്ങളിൽ കൂടെ, പൗലോസിന്റെ ലേഖനങ്ങളിൽ കൂടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. എങ്ങനെയായിരിക്കണം നമ്മൾ ആരാധിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം നമ്മുടെ ഓട്ടം ഓടേണ്ടത്. അതാണല്ലോ എബ്രായ ലേഖനത്തിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതം സക്സസ്ഫുൾ ആയിട്ട് കൂടുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ഈ പഠനങ്ങളൊക്കെ സഹായിക്കട്ടെ. കേട്ട വചനങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ വീണ്ടും നമുക്കായിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം.